ഗുഡ് മോർണിംഗ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 140 പോയിന്റാണ് പോസിറ്റീവായിട്ട്. ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ 140 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ S&P 500 58 പോയിന്റും നസ്ഡാക്ക് 258 പോയിന്റും പോസിറ്റീവായിട്ടാണ് US മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ട്രെൻഡിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ് നിഫ്റ്റി 200 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യണം. വലിയൊരു ഗ്യാപ്പ് അപ്പാണ് ഇന്ന് ഗിഫ് നിഫ്റ്റിക്ക് ഉണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പം ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതും. ഗിഫ് നിഫ്റ്റിയിൽ 200 പോയിന്റ് അടുപ്പിച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റി ഇന്ന് മിക്കവാറും വലിയൊരു ഗ്യാപ്പ് അപ്പിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞതൊരു 180-200 റേഞ്ചിനുള്ളിൽ മിക്കവാറും നിഫ്റ്റി ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ $100 ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡും $108 ഗോൾഡ് $4627 ഒരു ഔൺസിന് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മുടെ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. ഹോർമോസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഉടനെ തന്നെ ഒരു പോസിറ്റീവ് ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂഡ് ഇടിഞ്ഞതും മറ്റ് മാർക്കറ്റുകളെല്ലാം കയറിയതും. അതോടൊപ്പം തന്നെ ഡോളർ ദുർബലമായിട്ടുണ്ട്. ഡോളർ ദുർബലമായതോടുകൂടി തന്നെ സ്വർണത്തിൻ്റെ വിലയും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഏഷ്യൻ മാർക്കറ്റിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ വലിയൊരു പോസിറ്റിവിറ്റി ഇന്നത്തെ മാർക്കറ്റിൽ മൊത്തത്തിൽ ഗുണം ഉണ്ടാകും. ചിലപ്പം വൺ സൈഡ് റാലി തന്നെ ചിലപ്പോൾ മാർക്കറ്റിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ മെയിൻ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,052 24,160 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിമെട്രിക് ട്രയാങ്കിളിൻ്റെ ഒരു ട്രെൻഡ് ലൈനൂടെ മുകളിലൂടെ പോകുന്നുണ്ട്. അതും 24,160 മുകളിൽ 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 24,275 300 ലെവലിലോട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. 24,160 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ. താഴോട്ട് 23,993 താഴോട്ട് വരുന്ന ലെവല്. പക്ഷെ മാർക്കറ്റ് അതുവരെ ഇറങ്ങി വരാൻ സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് 24,160 മുകളിൽ തന്നെ മാർക്കറ്റ് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അഥവാ അതിന് താഴെയാണ് 15 മിനിറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം താഴോട്ട് ഇന്നുണ്ടാകുന്ന ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് 23,983 തൊട്ട് 24,016 വരെയാണ്.